അങ്ങനെ ഗാർഹിക പീഡനത്തിൽ കൂടി കുടുങ്ങിയ ഗണേഷ് കുമാർ വീണ്ടും രാജിവെക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കുറെ കാലമായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. എന്താ 2013 UDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ രാജിവെക്കുമ്പോൾ ആ വിഷയമൊക്കെ ഉയർന്ന സമയത്ത് LDF അതങ്ങ് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയായിരുന്നു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ആഞ്ഞടിക്കുകയായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് ഏറ്റവും അന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും അതിനാൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നുമായിരുന്നു പിണറായി അന്ന് ആവശ്യപ്പെട്ടത്. മോശം ഭാഷയിലായിരുന്നു പിണറായിയുടെ അന്നത്തെ പ്രതികരണം. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നൊരു കുറ്റവാളിയാണ്. നിസ്സഹായ ഒരു സഹോദരിയെ വഞ്ചിച്ച മനുഷ്യനായിട്ട് ആ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹനാണോ? ഇരുന്നുകൂടാ. ഇത്തരത്തിലുള്ള നാറികളെ പേറുന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹനല്ല. മുൻകോപിയാ ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ അതൊന്നും പ്രശ്നമാക്കണ്ട. ഉമ്മൻചാണ്ടി ഒരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഭാര്യ ആ സ്ത്രീ ഏൽക്കേണ്ടി വന്ന പീഡനത്തിന്റെ ഭാഗമായി സമീപിക്കുന്നത് പിതൃതുല്യനായ മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഗണേഷ് കുമാറിന്റെ ഭാര്യ ചെന്ന് പരാതിപ്പെട്ടു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിനി വേണ്ട ഈ മെയ്യാഭരണം. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്? റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ എഴുതിയ പരാതി 5 പേജാണെന്ന് വരെ പറയുന്നുണ്ട്. ആ എഴുതിയ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയെന്നും പ്രസ്താവിക്കുന്നു. ഇതൊക്കെയാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും മുളഞ്ഞായിരിക്കത്തുള്ളൂ. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇത് ഒരു പ്രതികരണം കൂടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. നാണവും മാനവും ഉണ്ട്. എന്തൊരു കേസാന്ന് അന്ന് പിണറായി വിജയൻ ചോദിച്ചത് നമ്മൾ കേട്ടതാണ്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.